ഇരിക്കെ എവിടെ സിറ്റ് ഡൗൺ. ഓക്കെ എല്ലാം പറഞ്ഞ പോലെ സ്റ്റാർട്ട്. ഹലോ, വെൽക്കം ടു ഡേ 22 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടെഡിയും കോഫിയുമാണ്. ഇവരൊരു സെലിബ്രിറ്റി പെറ്റാണ്. അപ്പൊ ഇവരുടെ പെറ്റ് പേരന്റ് ആരാന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് നമുക്ക് ഗോൾഡൻ റിട്രീവേഴ്സ് എന്ന് പറയുന്നത്. ഇവര് ഒരു സ്കോട്ടിഷ് ബ്രീഡാണ്. ഒരു മീഡിയം ലാർജ് സൈസ് ഡോഗ് ആണ്. അത്യാവശ്യം നല്ല ജെന്റിൽ ആയിട്ടുള്ള അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഗോൾഡൻ കോട്ടാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ വർക്കിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഡോഗാണ്. സ്കോട്ട്ലൻഡിലൊക്കെ വൈൽഡ് ഡക്കിനെയും ഗൂസിനെയും ഒക്കെ ഹണ്ട് ചെയ്യുന്ന ഒരു ഗെയിം ഉണ്ട്. അപ്പൊ അതിൽ അവരെ റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിംഗ് ക്ലാസ്സിലുള്ള ഡോഗ്സ് ആണ് ഗോൾഡൻ റിട്രീവേഴ്സ്. ഇവര് അത്യാവശ്യം ട്രെയിനബിൾ ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരെ നമ്മൾ കൂടുതലും കമ്പാനിയൻ ഡോഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗൈഡ് ഡോഗ്സ് അല്ലെങ്കിൽ സർവീസ് ഡോഗ്സ് ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് കോട്ടഡ് റിട്രീവേഴ്സ് അതുപോലെ തന്നെ ട്വീഡ് വാട്ടർ സ്പാനിയൽസ് എന്ന് പറഞ്ഞ രണ്ട് ബ്രീഡ്സിന്റെ ക്രോസ് ബ്രീഡ് ആയിട്ടാണ് ഗോൾഡൻ റിട്രീവേഴ്സിനെ കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും റെഡ് സെറ്റർ, ബ്ലഡ് ഹൗണ്ട്, ലാബ്രഡോർ റിട്രീവർ എന്ന് പറഞ്ഞ ബ്രീഡ്സിന്റെയും കൂടി ഇൻഫ്യൂഷൻസ് ഇവരിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവര് ഡബിൾ കോട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. അതുപോലെ തന്നെ ലോങ് കോട്ടും ആണ്. അപ്പൊ അത്യാവശ്യം നല്ല ഗ്രൂമിംഗ് റിക്വയർമെന്റ്സ് ഉണ്ടാവും. നമ്മൾ ഡെയിലി എന്നോണം ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത്യാവശ്യം എനർജറ്റിക് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ബ്രീഡ്സും ആണ്. നല്ല എക്സസൈസ് റിക്വയർമെന്റ്സ് ഉണ്ട്. നല്ല പ്ലേ ടൈം ആവശ്യമുള്ള ഒരു ബ്രീഡാണ്. അപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഫാമിലീസിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവേഴ്സ്. റിട്രീവേഴ്സിൽ ആക്ച്വലി 3 കളർ ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഒരു ക്രീമിഷ് ബേജ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള യെല്ലോ ഗോൾഡൻ ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു റെഡ് മഹാഗണി കളറും കൂടിയാണ് നമുക്ക് റിട്രീവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവരുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്നൊക്കെ പറയുന്നത് ഒരു 13 ഇയേഴ്സ് ഒക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സാവുന്നവരും ഇവർക്ക് ജോയിന്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞൊരു അസുഖമാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇവർ ഇത്രയും സൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. നമ്മൾ ജെന്റിൽ ജയൻസിനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരുടെ പെറ്റ് പേരന്റുമായിട്ട് ചോദിച്ചറിയാം. ഹായ്, നമ്മുടെ ചെടിയുടെയും കോഫിയുടെയും വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സെലിബ്രിറ്റി പെറ്റ് പേരന്റ് ആരാണെന്നല്ലേ? നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ, നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നമ്മുടെ പുതിയ തലമുറയുടെ ഈണവും താളവും പകർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് സാർ ആൻഡ് ഫാമിലി. ഹലോ സർ, ഹായ്. അപ്പൊ നമുക്ക് രണ്ടുപേരാണല്ലേ, ടെഡി കോഫി. ഇതിൽ ആരാ ആദ്യം വന്നത്? ടെഡി. ഇവർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 6 വയസ്സ്, കോഫിക്ക് 4. പിന്നെ ഇവരെങ്ങനെയാണ് വീട്ടില്? ബോസി ആണോ അതോ ബേബീസ് ആണോ? മൂത്തത് ഇവനാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ഇവനാണ്. അതായത് കൊഞ്ചല് വേണ്ടുന്നതൊക്കെ ഇവനാണ്. ഇവനങ്ങനെയൊന്നുമില്ല, കുറച്ച് വിളഞ്ഞ വെത്ത്. ഇപ്പൊ ഇതില് രണ്ടിലും വിളഞ്ഞ വെച്ചുള്ളതല്ലേ, അതുപോലെ ഇളയത് എപ്പോഴും കുറച്ച് വിളഞ്ഞതായിരിക്കും. അത് ഇവൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റവന് കഡ്ലിങ് വേണം എപ്പോഴും. ഇങ്ങനെ കണ്ടൊക്കെ കേട്ട് കഴിഞ്ഞ ഉടനെ കയറി കെട്ടിപ്പിടിച്ച് നമ്മുടെ കൂടെ പറ്റി കിടക്കണം, അങ്ങനെയൊക്കെയാണ്. ഇടിവെട്ടൊക്കെ ഭയങ്കര പേടിയാണ്. ഇവര് രണ്ടുപേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് നമ്മളായിട്ട്? ഒരേപോലെ തന്നെ. താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ. ഇവരുടെ എക്സസൈസ് റിക്വയർമെന്റ്സ് ഒക്കെയോ അത്യാവശ്യം ആക്റ്റീവ് അല്ലേ? വീടിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ? ഫ്ലാറ്റ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ രാവിലെ വൈകിട്ടും ഇവരെ നമ്മള് ഇവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി തോംസൺ ബ്രാക്സ് അറിയാം. തോംസൺ ബ്രാക്സിലെ ബാക്കിലുള്ള ലോണിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ ഇവരെയും കൊണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. രാവിലെ റോഡ് വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുപേരുണ്ടല്ലോ, കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ തോംസൺ ബ്രാക്സില് എവറിഡേ എല്ലാ ദിവസവും. അപ്പൊ ഗ്രൂമിംഗും അവിടെ തന്നെ? ഗ്രൂമിംഗും എല്ലാം വൺസ് എ വീക്ക് കംപ്ലീറ്റ്. എന്താ പറയാ, തോംസൺ ബ്രാക്സിന്റെ ഒരു പാക്കേജ് പോലെ. ഇവരുടെ ഫുഡ് റിക്വയർമെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഇയർ നമ്മള് ഇവരുടെ റോയൽ കനൈൻ ആയിരുന്നു കുറച്ച് കൊണ്ടുവന്ന ഉടനെ കൊടുത്തിരുന്നത്, ബേബി വേർജൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഹോം ഫുഡിലേക്ക് മാറ്റി. റൈസ്, ചിക്കൻ, മറ്റേ മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള വേവിച്ചിട്ടുള്ള അതുപോലെ അതും, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ തന്നെ ചൂസ് ചെയ്തിട്ട് അത് ചെയ്തത്. പക്ഷെ അപ്പം കുറെ ഫർ ഇങ്ങനെ ഷെഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ വായിച്ചപ്പോഴും ഡോക്ടേഴ്സും എല്ലാം
അഡ്വൈസ് ചെയ്തത് ഡോഗ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഗുണം അവരുടെ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കുമല്ലോ അതില്. നമ്മൾ കൊടുക്കുമ്പോ ചില കാർബ്സ് കൂടുതൽ അല്ലെങ്കിൽ പ്രോട്ടീൻസ് കൂടുതൽ എന്നുള്ളൊരു സംഭവമില്ല. അത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ തൊട്ട് രണ്ടുപേർക്കും ഡോഗ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇന്ന ബ്രാൻഡ് ഒന്നുണ്ടോ അതോ ഏതാണ് നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡ്? പ്രൊട്ടക്ഷൻ. നേച്ചേഴ്സ് പ്രൊട്ടക്ഷൻ. ഏറ്റവും ഫസ്റ്റ് പെറ്റ് എന്താണ്? ആദ്യം ഞാൻ ഫുള്ളി ബേർഡ്സിലേക്കായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ. പിന്നെ എനിക്കെന്ത് ഇവർ ഈ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു സംഭവം കുറച്ച് വല്ലാതെ ഒരു സ്വയം ഒരു കുത്തൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഇനി കേജ് ചെയ്തിട്ടുള്ള സംഭവം വേണ്ടെന്ന്. അത് ഇവരെ ഒരിക്കലും അങ്ങനെ കേജ്ഡ് ആയിട്ട് വെച്ചിട്ടില്ല. ഇത് വളരെ ഫ്രീ ആണ്. പക്ഷെ ഇവർക്ക് കുറച്ച് എക്സ്ട്രാ ആണ് ലിബർട്ടി. കിടക്കുന്നതും ബെഡിൽ എന്റെ കൂടെയാണ്. അതിന് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് രാത്രി കയറി കിടക്കരുത്, രാത്രി മാത്രം കെട്ടിയിടും എന്ന് ഞാൻ പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വന്ന് തോണ്ടും, അടിമ മാതിരി ഇങ്ങനെ വെക്കല്ലേ എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ഞാനിങ്ങനെ അഴിച്ചു വിടും, പക്ഷെ ബെഡിൽ കയറരുതെന്ന് പറയും. പക്ഷെ ഇവര് രണ്ടുപേരും വളരെ എന്താ പറയണ്ടേ ടാക്ട്ഫുള്ളി എന്നെ ഹാൻഡിൽ ചെയ്യും. അതായത് ഞാൻ ഉറങ്ങിന്ന് ഉറപ്പിച്ചാൽ മാത്രം അവർ കയറി എന്റെ കാലിന്റെ അടുത്ത് കിടക്കും. ഞാൻ എഴുന്നേക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് അവർ ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവര് ബെഡിലേക്ക് കയറിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ബെഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഫുൾ രാത്രി എന്റെ കൂടെ ആയിരുന്നു കിടന്നതെന്ന് മനസ്സിലാവും. ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ? ഇല്ല. ഇവന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പൊ ടെഡിയുടെ കൂടെ ടെഡിക്ക് എന്ത് ചെയ്താലും അത് ഇവര് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം മാത്രമേ. ഇയാളെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടെഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? കോഫിയെ കൊണ്ടുവന്ന സമയത്ത് ഇവൻ ശരിക്കും ഒരു ബേബിനെ നോക്കുന്ന പോലെ തന്നെയാണ് നോക്കിയത്. പിന്നെ ആസ് മന്ത്സ് ഗോ ബൈ ലൈക്ക് നമ്മള് ഇപ്പൊ കുറച്ച് അറ്റൻഷൻ അവന്റെ മേത്ത് കൂടുതൽ കൊടുത്താൽ ഇവന്റെ കുറച്ചൊരു സാഡ്നെസ് ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം റിയലൈസ് ചെയ്തില്ല. പിന്നെ അത് ആ ഒരു ഇത് നമ്മളും മൈൻഡ്ഫുൾ ആവണം. നമ്മള് ഈക്വൽ അറ്റൻഷൻ കൊടുക്കണം രണ്ടുപേർക്കും. അവൻ അങ്ങനെ തോന്നാൻ പാടില്ല. ബേബി വന്നപ്പോ ഐ തിങ്ക് അത് ലൈക്ക് ഈവൻ വീട്ടില് ഹ്യൂമൻ ബേബീസ് വരുമ്പോഴും ഇതേപോലെ ഉണ്ടെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയാണ് അവർ സെയിം തിങ് വിത്ത് ഡോഗ്സ് ഓൾസോ. ഇവിടെ അല്ലല്ലോ, ഹോസ്റ്റലിലല്ലേ? അപ്പൊ നിങ്ങള് കുറെ നാളെ കാണാതിരുന്ന് തിരിച്ചു വരുമ്പോൾ ഉള്ള ഇവരുടെ റിയാക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഒക്കെ കാണിക്കാറുണ്ടോ മാറി നിന്ന് കഴിയുമ്പോ? ഇവര് മാറി നിൽക്കുമ്പോൾ ഇവരുടെ വഴക്കും പിണക്കൊക്കെ ഞാനാ കാണുന്നത്. ഭയങ്കര ഗ്ലോമി ആയിരിക്കും. അതായത് അപ്പൊ ഞാനും വിചാരിച്ചു ഇത് ഒരു മരിച്ച വീട് പോലെയാണ്. ചോരാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഭയങ്കര എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. പിന്നെ ഇവര് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു സംഭവമുണ്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് പക്ഷേ നമ്മളിവിടെ വരുമ്പോ നമ്മള് ഹൈഡ് ചെയ്യും. ലൈക്ക് അവര് റൂമിലായിരിക്കും. അപ്പൊ നമ്മള് ഹൈഡ് ചെയ്തിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ അവര് എക്സാക്ട്ലി എവിടെയാണ് കണ്ടുപിടിക്കും. നിങ്ങള് വരുന്നത് ഇവർക്ക് അല്ലാതെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മുടെ സൗണ്ട് ഒന്നും കേൾക്കില്ലെങ്കിൽ തന്നെ. നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇവരായിട്ടുള്ള എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഷെയർ ചെയ്യാനുണ്ടോ? ഒരു ദിവസം എനിക്ക് റിക്കലക്ട് ചെയ്യുന്ന ടെഡി കോവിഡിന്റെ സമയത്താണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ കോവിഡിന്റെ സമയത്ത് വീട്ടിലിരുന്ന്, അന്ന് സ്റ്റുഡിയോയിൽ ആരും പോയില്ലായിരുന്നു, എല്ലാവരും വീട്ടിലിരുന്നല്ലേ. എന്റെ വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഒക്കെ ചെറിയ മിനിയേച്ചർ ഒക്കെ ഫോം ചെയ്തു വർക്ക് ചെയ്യുമ്പോൾ സ്പീക്കർ സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ വീട്ടില്. അക്കോസ്റ്റിക്സ് ഒക്കെ നോക്കുന്നുണ്ട്. വർക്ക് പർപ്പസിന് വളരെ നല്ല ഹെഡ്ഫോൺസ് ഞാൻ ഓർഡർ ചെയ്തു. അത് വെരി എക്സ്പെൻസീവ്. അത് അത്രയും ട്രൂ സൗണ്ട് ആയിട്ടുള്ള ഹെഡ്ഫോൺസ്, ആസ് ഗുഡ് ആസ് ഇറ്റ് ഇൻ സ്റ്റുഡിയോ. ഈ ഹെഡ്ഫോൺസ് കൊണ്ടുവന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ വെച്ച് കുത്തി കേട്ടു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക, പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹെഡ്ഫോൺസ് കട്ടായി. നോക്കുമ്പോൾ അതിന്റെ അറ്റം ഇവൻ കുറേ വിലയുടെ ഹെഡ്ഫോൺസ്. അതാണ് ഇവൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നഷ്ടം എനിക്ക്. ഇയാള് നമ്മൾ എവിടെ നിന്ന് എടുത്തപ്പം? ഇയാള് ആക്ച്വലി അത് നമ്മള് ഒരു ഷിറ്റ്സുവിനെയാണ് ആദ്യം വാങ്ങിയത്. ആ ഷിറ്റ്സുവിനെ വാങ്ങി കഴിഞ്ഞപ്പോ അതിന്റെ കണ്ണിൽ ഒരു ചെറിയൊരു ഡിഫക്ട് തോന്നി. നമ്മൾ വാങ്ങി വിതിൻ അറൌണ്ട് 5 ഡേയ്സ് തന്നെ വാങ്ങിച്ച സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ചോദിച്ചിട്ട് അവര് ക്ലിനിക്കലി ഇത് ചെക്ക് ചെയ്തപ്പോ ഹെറിഡിറ്ററി വന്ന പ്രോബ്ലം ആണ്. നോ പ്രോബ്ലം, ഇത് നമ്മൾ വെച്ചിട്ട് അടുത്ത നോട്ടിൽ തരാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വളരെ അധികമായിട്ട് ഇത് ആഗ്രഹിച്ചു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു കാര്യം ഈ കടയിൽ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, വേറെ നമുക്ക് ഹണ്ട് ചെയ്യാം, നല്ലത് കിട്ടുമെന്ന്. അങ്ങനെ ഷിറ്റ്സുവിനെ തപ്പിപ്പോയപ്പോ ഒരു വീട്ടിൽ കുറെ റിട്രീവേഴ്സിന് ഇങ്ങനെ പ്രസവിച്ചിരിക്കുന്ന ഒരു വീടിന്റെ ആന്റെ ഓണറാണ് നമുക്ക് ഷിറ്റ്സുവിനെ ശരിയാക്കിട്ടത്. അവിടെ ചെന്ന് ഇവന്റെ അമ്മയെ കണ്ടപ്പം ദേവ് അങ്ങ് ഫുൾ പെട്ടെന്ന് ഫ്ലിപ്പായി. എനിക്ക് റിട്രീവ് ഇതാണ് എന്റെ ഡ്രീം ഡോഗ്. അതെങ്ങനെയാണ് നമ്മൾ സ്മോൾ ബ്രീഡിൽ നിന്നും പെട്ടെന്ന് ജയന്റ് ബ്രീഡിലേക്ക് മാറി? ആക്ച്വലി ഞാൻ എപ്പോഴും ബിഗ് ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ വീട്ടില് സ്മോൾ ഡോഗ് മതി എന്ന് പറഞ്ഞ ഷിറ്റ്സും ഫൈനലൈസ് ചെയ്തിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് ഷിറ്റ്സുനെ നോക്കി വേറൊരു വീട്ടിൽ പോയപ്പോ അവരുടെ വീട്ടിൽ കുറച്ച് ഗോൾഡൻ റിട്രീവർ, അവരുടെ ഈ ടെഡിയുടെ മോം അവിടെ ഡോഗായിരുന്നു. മോം പ്രസവിച്ച 2-3 ബേബീസ് അവിടെ ഉണ്ടായിരുന്നു. ഇവന്റെ അമ്മയെ വെറുതെ ഞാൻ കാണാൻ വേണ്ടി പോയപ്പോ
എന്നെ ഫുൾ നക്കി ഭയങ്കര ആദ്യം തന്നെ ഹാൻഡ് ഷേക്ക് കൊടുക്കും. അത് തന്നെയാണ് ഇവൻ സ്നേഹം നിബന്ധ സംസാരിച്ചതിന്റെ ഇവൻ മറ്റൊരു കൈ. അപ്പൊ അവന്റെ അമ്മ അങ്ങനെ ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് ഇരുന്നപ്പോ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കാറായിട്ട് ഞാനിങ്ങനെ ഡയറ്റ് വന്നു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. എന്നിട്ട് അങ്ങനെ നമ്മള് അതേ ലോട്ടറിയുടെ ഒരു തൊപ്പിയാണ്. ഇവരായിട്ടുള്ള എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ സാധാരണ ഡിം ലൈറ്റ് ഇടും നമ്മൾ ഫുൾ ബ്ലാക്ക് ഔട്ട് ആക്കാം. പേടിച്ചിട്ട് ഉറങ്ങി കൊടുന്നു. എന്നിട്ട് ഫുൾ ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ട് കിടന്നു. കുറച്ചു നേരം സൈലന്റ് ആയിരുന്നു. ഒരു 3 മണി ആയപ്പം ഞാൻ നോക്കിയപ്പം ഇവന്റെ വായുടെ അകത്തുനിന്ന് ഒരു ഗ്ലോ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ പേടിച്ചു പോയി. ഇതെന്താ ഇവന് എന്താ ഈ വായുടെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ബ്ലൂ ലൈറ്റ് ഒക്കെ വരുന്നു. അപ്പൊ ഞാൻ നോക്കി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോ എന്റെ പുതിയ ആപ്പിൾ വാച്ചിട്ട് അന്ന് രാത്രി തുടങ്ങിയതാണ് ഇവന്റെ പോകുന്നത്. അപ്പൊ പിന്നെ ഇവരെ കൊണ്ട് ട്രാവൽ ചെയ്യാറുണ്ടോ? കോഫി ആയിട്ട് ആക്ച്വലി ഇതുവരെ എവിടെയും പോയിട്ടില്ല. ബീച്ചിൽ പോയിട്ടില്ല നമ്മൾ ഒരിക്കൽ. ടെഡി ഒരു പ്രാവശ്യം മൂന്നാറുണ്ട്. അവിടെ ഒരു റിസോർട്ടില് ലീഷ് ലാൻഡ് തുറന്നു വിടാൻ എക്സ്പ്ലോർ ചെയ്ത് നല്ല അവന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അവൻ നമ്മളുടെ കൂടെ തന്നെ ഒട്ടി നടക്കും. അവന് വിട്ടു പോകാൻ പേടിയാ. അവൻ എവിടെ പോയാലും നമ്മളെവിടെ നോക്കും. ഇവന് നമ്മളെ ടീച്ച് ഊരിയ അപ്പൊ ഇവൻ എസ്കേപ്പ് ആയിക്കളി. നിങ്ങളെ കണ്ടു കൂടുതൽ ഏറ്റവും ആക്റ്റീവ് അയാളാണ്. പറ്റി തന്നെ ഇനിയുള്ള റിട്രീവർ പേരൻസിന് അല്ലെങ്കിൽ ആസ്പയറിംഗ് റിട്രീവർ പേരൻസിന് എന്തെങ്കിലും അഡ്വൈസോ സജഷൻസോ? റിവർ പേരൻസിന്റെ അടുത്ത് എനിക്ക് ബേസിക്കലി എന്റെ ഒരു 2 റിവേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇവരെ ഒറ്റക്കിട്ട് കഴിഞ്ഞാലും ഇവര് വീട് ഗാർഡ് ചെയ്ത് ഇരുന്നോളും എന്നുള്ളൊരു സംഭവം പറ്റില്ല. ഇവരെ നമ്മൾ ഇങ്ങനെ അഫെക്ഷനേറ്റ് ആയിട്ട് ഇങ്ങനെ വെറുതെ മാന്തി തുറന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ളൂ. നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സെപ്പറേഷൻ ആങ്സൈറ്റി വളരെ ഓവറാണ്. ഭയങ്കര പെട്ടെന്ന് ഇപ്പൊ തന്നെ ഞാൻ ഔട്ട്സൈഡ് കേരള പോകുമ്പോ ബോർഡിങ്ങിൽ കൊടുക്കില്ലേ, ബോർഡിങ്ങിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 ദിവസം പിടിക്കും 2 പേരും ഒന്ന് ഓൺ ആവാൻ. വന്നു കഴിഞ്ഞാൽ അതിന്റെ അവിടെ നിർത്തിയതിന്റെ ഒരു ഡിപ്രഷൻ ഉണ്ടാവും. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാലും ആ കടയിൽ കണ്ട ഒരു സന്തോഷമുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. 2 ദിവസം കഴിഞ്ഞാൽ ഫുൾ ഓണം. അപ്പൊ എനിക്ക് മനസ്സിലായത് വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. അപ്പൊ നമ്മളെ നോക്കാനെന്നുള്ള എക്സ്പെക്ടേഷൻ ഇല്ല, നമുക്ക് നോക്കാൻ, നമുക്ക് സ്നേഹിക്കാൻ, നമുക്ക് കൊഞ്ചിക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്ര നേരം ഇവരുടെ പറ്റിയുള്ള എക്സ്പീരിയൻസും ഇവരുടെ കുറുമ്പും ഒക്കെ ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു ദേവിക, താങ്ക് യു പല്ലവി, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നമ്മള് എപ്പോഴും റീനുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാറുണ്ട്. നമ്മൾ ഒരിക്കലും ഓർത്തില്ല നമ്മൾ ഇതിൽ ഫീച്ചേർഡ് ആവുന്നു. നമുക്കും വളരെ സന്തോഷം ടു ബി എ പാർട്ട് ഓഫ് ദി റോക്സ് ആൻഡ് യുവർ പേജ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.